ഒരു വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ, അവർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. അതിലൊരാൾ അപ്പനമ്മയുടെ സ്വന്തം പുത്രൻ, മറ്റേ ആൾ അഡോപ്റ്റഡ് ആയിട്ടുള്ള ആൾ. അപ്പോൾ ആ സ്വന്തം പുത്രൻ അഡോപ്റ്റഡ് ആയിട്ടുള്ള ആളോട് പറയുവാണ്, നീ അഡോപ്റ്റഡ് ആണ്, നിനക്ക് ഞാൻ വിളിക്കുന്ന പോലെ എൻ്റെ അപ്പനെ അപ്പ എന്ന് വിളിക്കാനുള്ള അവകാശമില്ല എന്ന്. അപ്പോൾ അഡോപ്റ്റഡ് ആയിട്ടുള്ള പുത്രൻ പറയുവാണ്, നീ ജനിക്കുമ്പോൾ നീ ആണാണോ പെണ്ണാണോ, നിറം കുറഞ്ഞവനാണോ നിറമുള്ളവനാണോ, ഭാരം കൂടിയവനാണോ ഭാരം കുറഞ്ഞവനാണോ എന്നുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും നിൻ്റെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയില്ല. അവർക്ക് അത് തീരുമാനിക്കാനുള്ള പറ്റില്ലായിരുന്നു. എന്നാൽ ഞാനോ അനേകരിൽ നിന്ന് അവരെന്നെ തിരഞ്ഞെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ബൈബിളിലേക്ക് കൊണ്ടുപോവുകയാണിപ്പോൾ. റോമൻസ് 8:15 ഇങ്ങനെ പറയുന്നു. റോമൻസ് 8:15, For you did not receive the spirit of bondage again to fear, but you received the spirit of adoption into sonship, by whom we cry out, Abba, Father. അഡോപ്ഷൻ ടു സൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് വിയോഥേസിയ എന്ന് പറയുന്നൊരു പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം സകല ഇൻഹെറിറ്റൻസിൻ്റെയും അവകാശി എന്നുള്ളതാണ്. അങ്ങനെയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അബ്ബാ ഫാദർ, അബ്ബാ പിതാവേ എന്ന് പറഞ്ഞാൽ ഡാഡി ഗോഡ് എന്ന് വിളിക്കാൻ പറ്റുന്നത് നമുക്ക് ദൈവത്തെ. ആ തിരിച്ചറിവിൽ നമുക്ക് ഇനി മുതൽ ദൈവത്തിനടുത്ത് ചെല്ലാം. കാരണം നമ്മൾ അടിമകളല്ല, നമ്മൾ മക്കളാണ്, മകനാണ്, മകളാണ്. ആ തിരിച്ചറിവിലാണ് നമ്മൾ ദൈവത്തോട് കാര്യങ്ങൾ സംസാരിക്കാൻ, ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കാൻ. ബിക്കോസ് മാത്യു 6:8 ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാവുന്നതയോ. അതാണ് വചനം പറയുന്നത്. ഫോർ ഹീ നോസ് എവറിത്തിങ് ഈവൻ ബിഫോർ യു ആസ്ക്. ആ തിരിച്ചറിവിലായിരിക്കുക. ആ തിരിച്ചറിവിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ. എവറി ഡേ നമ്മൾ പ്രയറിലായിരിക്കുമ്പോൾ നമുക്ക് ആ തിരിച്ചറിവിൽ നമ്മൾ വി ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്, ഫുൾ ഇൻഹെറിറ്റൻസ്, എയേഴ്സ്. ആ തിരിച്ചറിവിൽ നമുക്കായിരിക്കുക. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു വണ്ടർഫുള്ളി ആൻഡ് അബണ്ടന്റ്ലി. ടേക്ക് കെയർ.